ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫൈറ്റർ കണ്ടു കഴിഞ്ഞ ദിവസം പോയി. സൂപ്പർ ഫിലിം, പക്കാ മിലിറ്ററി പടമാണ്. നോർമലി ഒരു മിലിറ്ററി പടത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന നോർമൽ സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ കണ്ടൻറ്റ്. എങ്കിലും ഫൈറ്റ് സീക്വൻസുകളെല്ലാം വെൽ കോറിയോഗ്രാഫ്ഡാണ്. ആ ഏരിയൽ സ്റ്റണ്ടൊക്കെ കണ്ടാൽ നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴെങ്കിലും ഈ ആർമി ജോയിൻ ചെയ്യണം എന്നുള്ളൊരു ഡ്രീം തോന്നിയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ കുറേ നാളത് കൊണ്ട് നടന്നിട്ട്, ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കണ്ണാടി അതെൻ്റെ പ്രശ്നം, അങ്ങനെ ഈ ഡ്രീം വേണ്ട അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയിട്ടുള്ളവർക്ക് വല്ലാതെ കയറി ഫീൽ ചെയ്യും. സൈന്യം കണ്ടതിന് ശേഷം, സൈന്യത്തിലെ ആ ബീജിയമൊക്കെ കേൾക്കുന്ന സമയത്ത്, ആ തുടക്കത്തിലെ ആ സോങ്ങില്ലേ, അതൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോഴും ഒരു വല്ലാത്ത ഫീലാണ്. അതേപോലെ ഇതിൻ്റെ അകത്തെ ആ ഒരു ഫൈറ്ററിൻ്റെ ആ തീം സോങ് ഇല്ലേ, ആ സാധനം എല്ലാം എന്ന് പറഞ്ഞാൽ വെൽ പ്ലേസ്ഡ് ആണ്. ഒരു BGM അനാവശ്യമായി നമുക്കൊരു ബിൽഡപ്പ് കൊടുക്കുന്ന പോലെ അങ്ങനെയൊന്നുമല്ല. നല്ല ആ മ്യൂസിക് സെറ്റിങ്ങും ആ സ്റ്റണ്ട് കോറിയോഗ്രാഫി എവറിത്തിങ്. ആ ഒരു നോർമൽ മിലിറ്ററി പടത്തിൽ എന്തുണ്ടോ അതേ ഉള്ളു ഇതിലും ശരിക്കും നോർമലി നോക്കിയാൽ. പക്ഷെ അത് പ്രസൻറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ വെൽ മെയ്ഡ് മൂവി. സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഒരൊറ്റ സീനിൽ മാത്രം തോന്നി ഇത്രയും നേരം തല്ല് കൊണ്ടുകൊണ്ടിരുന്ന ആളെ എങ്ങനെ ഇങ്ങനെ തിരിച്ചു തരുന്നത് ഒരൊറ്റ സീനിൽ എനിക്ക് തോന്നി. അതൊഴിച്ചാൽ ഐ ലവ് ദ മൂവി, എവറിത്തിങ് അബൌട്ട് ഇറ്റ്. എയർ സ്റ്റണ്ട് സീക്വൻസുകളാണെങ്കിലും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് സീക്വൻസുകളാണെങ്കിലും ലാസ്റ്റ് ഒരു പാട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് മാത്രം വേണ്ടായിരുന്നു തോന്നി. ടൈഗർ 3യുടെ അവസാനം ഉണ്ടായിരുന്നു ഇതുപോലൊരു പാട്ട്. എന്തിനാണ് ആ സാധനം കൊണ്ട് വെച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ടൈറ്റിലിലെ ഫോട്ടോ എടുക്കാൻ നോക്കുന്നവർ കിട്ടാൻ വലിയ പാടാണ്. ഞാൻ നോക്കി കിട്ടിയില്ല. പെട്ടെന്ന് വന്നിട്ടങ്ങ് പോകും. ഒന്നാമത് സ്റ്റാർട്ടിലും അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നുമല്ല, പെട്ടെന്ന് വന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും മാഞ്ഞു പോകും. അതുകൊണ്ട് അതെടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഫൈറ്ററിൻ്റെ ടൈറ്റിൽ എനിക്കൊന്ന് സ്റ്റോറി ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. എങ്കിലും ആ മൂവി എക്സ്പീരിയൻസ് വാസ് സംതിങ് എൽസ്. ഞാൻ 4DXലാണ് കണ്ടത്. സ്പൈഡർമാൻ 3 ഒഴിച്ചാൽ ശരിക്കും ഞാൻ എൻജോയ് ചെയ്ത 4DX എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല. ബട്ട് ഈ ഒരു മൂവിയിൽ 4DX എക്സ്പീരിയൻസ് കൊണ്ട് ബെറ്റർ ആയിട്ടുണ്ട്. അതിനുവേണ്ടി 4DX കയറണമെന്ന് ഞാൻ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ലെങ്കിലും, ബട്ട് 4DX എക്സ്പീരിയൻസ് ഇസ് ഗുഡ്. അല്ലാതെ ചുമ്മാ ഇട്ട് ബൈക്കിൻ്റെ റേസിങ്ങിന് ഉൾപ്പെടെ സീറ്റ് കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ ബോർ 4DX ആക്കിയിട്ടില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ലെവലിലുള്ള 4DX എക്സ്പീരിയൻസ് ഇതിനുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ടോപ്പ് ഗൺ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പോയി കാണുക. ഈ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്ക് എവിടെയൊക്കെയോ ഒരു ചെറിയ എസൻസ് ഫീൽ ചെയ്തു. ആ ടോപ്പ് ഗണ്ണിൻ്റെ ആ ഒരു മേ ബി ആ എയർഫോഴ്സിൻ്റെ ആണ് ആ ഒരു ബേസിക് ഇതിൻ്റെ സിമിലാരിറ്റി കാരണം തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എവിടെയൊക്കെയോ ഒരു ചെറിയൊരു ടോപ്പ് ഗൺ എസൻസ് ഫീൽ ചെയ്തു. മീൻസ് മേ ബി ഒരു ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ടാവാം. എന്തായാലും കണ്ടിട്ടുള്ള ഫിലിം ആയിരിക്കും അതൊക്കെ. അപ്പോൾ എന്തായാലും ഇൻസ്പിറേഷൻ വന്നിട്ടുള്ളതായിരിക്കും അത്. കോപ്പിയോ അങ്ങനത്തെ ഒന്നുമല്ല, പക്ഷേ എങ്കിലും എവിടെയൊക്കെയോ എനിക്കൊരു ചെറിയൊരു എസൻസ് ഫീൽ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് എനിക്ക് ഫൈറ്ററിനെ പറ്റി തോന്നിയത്. ഇറ്റ്സ് എ മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി. ഫോണിൽ കണ്ടാലോ, OTT പ്ലാറ്റ്ഫോമിൽ, ലാപ്ടോപ്പിലോ, അല്ലെങ്കിൽ വീട്ടിൽ ഹോം സ്ക്രീൻ ഉണ്ടെങ്കിൽ പോലും അത് ഇട്ടുന്ന് കണ്ടാലും എനിക്ക് തോന്നുന്നില്ല ഇത് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന്. പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. സൂപ്പർ ഫിലിമാണ്. എൻ്റെ ഒരു നമുക്ക് എവിടെ ഒരു ബോറോ ലാഗോ അങ്ങനത്തെ ഒന്നും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ആ സൈന്യം കണ്ടതിന് ശേഷം അത്യാവശ്യം അത്രയും എന്നെ ഒന്ന് ടച്ച് ചെയ്യുന്ന ഒരു ഫിലിം ഇതാണ്. നമ്മൾ എപ്പോഴെങ്കിലും ആർമിയിൽ ചേരണമെന്ന് തോന്നിയ ഒരാളാണെങ്കിൽ ഫസ്റ്റ് കുറച്ച് ഭാഗം കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കരച്ചിലാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങോട്ടുള്ള എല്ലായിടത്തും നമുക്ക് രോമൊക്കെ എഴുന്നേറ്റ് നിന്ന് ഗൂസ് ബംസ് വരുന്നൊരു ഫീലോടുകൂടി കാണാനും പറ്റും. അപ്പം പറ്റുന്നവരെല്ലാം കണ്ടു നോക്കുക. നല്ലൊരു പടമാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതായിരിക്കും ഈ പടത്തിന്. കണ്ടു കഴിഞ്ഞവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.